ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വാസ് മമ്മ വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ഡേറ്റ്സ് പിക്കിളിൻ്റെ റെസിപ്പിയാണ്. ബിരിയാണീൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു മലബാർ ഡേറ്റ്സ് പിക്കിളിൻ്റെ റെസിപ്പിയാണ്. മാസങ്ങളോളം കേട് വരാതെയും സൂക്ഷിക്കാൻ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണയാണ് ഞാൻ ഇവിടെ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 മുഴുവൻ ഗാർലിക് ചതച്ചത് ഞാൻ ചേർക്കുന്നുണ്ട്. ഇവിടുത്തെ ഗാർലിക് ഫ്ലേവർ കുറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. എന്നിട്ട് വലിയൊരു പീസ് ഇഞ്ചിയും ചേർത്തു. എന്നിട്ട് എരിവുള്ള പച്ചമുളക് ഒരു 6 എണ്ണം ചേർത്തു. ശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 സ്പൂണ് ഉലുവപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് ഉപയോഗിച്ചത്. എരിവില്ലാത്ത മുളകാണ് ഞാൻ, പച്ചമുളക് എരിവുള്ള മുളകാണ് ഞാൻ ചേർത്തത്. ശേഷം ഞാൻ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം പൊടികളുടെ. ശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് കാരക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ കുരു കളഞ്ഞ കാരക്കാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും എരിവൊക്കെ ഈ ടൈമിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഡേറ്റ്സ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് നേര് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ ഈ കാരക്ക ഒന്ന് വേവിച്ചെടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഡേറ്റ്സൊക്കെ നല്ലോണം അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റും പുളിയൊക്കെ കിട്ടൽ അച്ചാറിന്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വിനാഗിരിയും ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇവിടെ ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഡേറ്റ്സ് പിക്കിളിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. അച്ചാറുകളൊക്കെ സൂക്ഷിക്കാൻ നല്ലത് ഗ്ലാസ് പോലുള്ള ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്യാണ്. എനിക്ക് ഈ ഒരു 2 ബോട്ടിലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മെഷർമെൻറ്റിൽ. അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്, ഈസിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.